ഗായ്സ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തില്ല കേട്ടോ. അത് മോശമായിപ്പോയി. സബ്സ്ക്രൈബ് 2 പേര്, ലൈക്ക് 2 പേര്. ഇനിയും വേണം. നമുക്ക് അപ്പം പോവാം. ഇന്നലെ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഈ വണ്ടികളൊക്കെ എങ്ങനെ എടുക്കണേ. ഗെയിം കളിച്ചവർക്കൊക്കെ ഈ വണ്ടി എടുക്കണേ എങ്ങനെയാണെന്ന് അറിയാം. പക്ഷെ ഗെയിം കളിക്കാത്തവർക്കാണ് വണ്ടി എടുക്കണത് എങ്ങനെയാണെന്ന് അറിയാൻ പാടാത്തത്. അപ്പം നിങ്ങൾക്കിത് ഒരു കളിയായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കിത് സ്ഥിരമായി കളിക്കണോണ്ടൊരു പ്രാന്ത് ബോറിങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് കളിക്കാം. നിങ്ങൾ കളിക്കേണ്ട, നിങ്ങൾ കണ്ട് രസിക്കാനുള്ളത് മാത്രമായിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണിത്. നമുക്കെപ്പോഴും ഇതുപോലൊക്കെയല്ലേ. ഇതാണ് മോൺസ്റ്റർ ബസ്. നാളെ എടുക്കാൻ പോണ വണ്ടി ഇതായിരിക്കും. ഇതിൻ്റെ മോഡിഫൈ ഇതാണ് ഇതൊക്കെ നമ്മുടെ വണ്ടി ഗ്യാരേജിലുള്ള വണ്ടികളാണ്. ഇങ്ങനെ ഇത്രയും വണ്ടികൾ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ കുറച്ച് പേര് കാണട്ടോ. ഇപ്പോൾ 6 പേര് കണ്ടു. നമുക്ക് പൈസ കിട്ടണ്ടേ, നമുക്കങ്ങനെ പവറാവണം. അപ്പോൾ നമ്മുടെ ഹൈലക്സ് നമുക്ക് പോവാം കളിയിലേക്ക്. അപ്പോൾ നമ്മളെടുത്തു മഞ്ഞുമല എടുക്കണേ. അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ ലൈക്കും സബ്സ്ക്രൈബും പെട്ടെന്ന് ചെയ്തോ, നമുക്ക് പടയെന്ന് തീർക്കാം. അപ്പോൾ ഇത് 11-20 സംതിങ് സെക്കൻഡുകളുണ്ട്. അപ്പോൾ ദൈവത്തും വന്നിട്ടുണ്ട്. അത് പ്രശ്നമില്ല, നമ്മുടെ ഫ്രണ്ടാണ്. ഇന്നലെ നമ്മളെ കേട്ട സഹിച്ചത്. ഇതെന്ത് ആനയുടെ ടയറോ? പ്രശ്നമില്ല, നമുക്ക് അപ്പോൾ ഇനി കളികളുണ്ട് ബാക്കി. കളിക്കാൻ താല്പര്യമുള്ളവർ കളിച്ചോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. ഇഷ്ടപ്പെടണം, എന്നാലേ എനിക്ക് ലൈക്ക് വേണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ, നമുക്ക് പവറാവാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് 10 ആവുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന പ്രൈസ്. നല്ല മഴയായിട്ട് ഇവിടെ. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? ഇത് രാവിലെ 10:30 ആയപ്പോൾ മഴ പെയ്തു കേട്ടോ. 10:31 ഇപ്പോൾ മഴ പെയ്യുക. എനിക്ക് പെട്ടെന്ന് തീർക്കണം. എന്നാന്ന് വെച്ചാൽ 11 മണിക്ക് എനിക്ക് പള്ളിയിൽ പോകണം, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് ഇത് കളിച്ച് തീർക്കണത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഞാൻ 11 സംതിങ് എടുത്തത്. 10:22 തീർക്കാമെന്ന് കരുതിയ വീഡിയോ 11:20 സംതിങ് ആയിപ്പോയി. പ്രശ്നമില്ല, ഇവിടെ നല്ല മഴയുണ്ടായിട്ട് ശബ്ദം. പ്രശ്നമില്ല, നമുക്കപ്പോൾ കളിയിലേക്ക് കിടക്കാം. ഇവനെ ഞാൻ തോൽപ്പിക്കും, നോക്കിയോ. ഇവനെ ഇന്ന് ഞാൻ തോൽപ്പിക്കും, നോക്കിയോ. നിൽക്കടാ അവിടെ, നിന്നെ ഞാൻ ഇന്ന് തോൽപ്പിച്ചിട്ടുണ്ട്. അയ്യാ, ഓ, അടുത്ത പ്രാവശ്യം തോൽപ്പിക്കാം. ഇന്ന് ഞാൻ 2 വീഡിയോ ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു വീഡിയോ കൂടി ഇടാൻ പറ്റുമെന്ന് നോക്കാം. എല്ലാവരും കയറി കാണണേ. ലൈവ് ഇടണമെന്നൊക്കെ എനിക്കുണ്ടെങ്കിൽ, പക്ഷേ അത് ലൈവ് ഇടാൻ ഒരു സുഖമില്ല ഗൈസ്. ഞാനിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അത് കേട്ടോ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുമാത്രം മതി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. കമൻറ്റിങ് ആണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. പിന്നെ രണ്ടാമത്തെ ലക്ഷ്യം മറ്റേ എന്നാ പറയുക, മറന്നുവല്ലോ, ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ്. ഈ 3 ലക്ഷ്യങ്ങൾ സാധിച്ചാൽ നമുക്ക് ഓരോ വീഡിയോകളിലും പോകാം. ഇത് നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കേണ്ട വീഡിയോ കേട്ടോ ഗൈസ്. നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല വീഡിയോ. ഈ വീഡിയോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വീഡിയോകളാണ്. വീഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അത്രയും എനിക്കിഷ്ടമുള്ള യൂട്യൂബറിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ജിയോ മച്ചാൻ, പിന്നെ ഐ ആം നോയൽ, M4 കേട്ടോ. ജിയോ മച്ചാൻ എന്ന് പറഞ്ഞ് ഐ ആം നോയൽ. പിന്നെ അനാൻ ബോയ്സ്. ഇത്രയൊക്കെ ചാനലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ലൈക്ക് ചെയ്തോളൂ. ലൈക്ക് ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കയ്യിൽ ആ മോളിൽ കാണിക്കുന്ന സംഭവം കുറച്ചുള്ളൂ. അത് ഇന്ന് റേസിങ് പറ്റുമോ നോക്കാം. നമുക്ക് എല്ലാ എണ്ണത്തിനും കത്തിച്ചു വിടാം, എല്ലാ എണ്ണത്തിനും തോൽപ്പിക്കാം. നമുക്കിത് കിട്ടുന്നു. പെട്ടി തുറന്നു. ഇന്ന് നമുക്ക് 15,000 രൂപ അടിക്കണം.
അടിച്ചോ 15,000 രൂപ അടിച്ചാൽ മതി. 15,000 രൂപ. 15,000 രൂപ കിട്ടി. ഗായ്സ് ഒന്ന് കൈ കൊട്ടുന്നേ. കിണ്ണം കാച്ചി. സീൻ. നമുക്കൊരു ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, നല്ല രീതിയിലും കിട്ടുന്നുണ്ട് കേട്ടോ. ഓഹോ, ഒരു ടയർ കറങ്ങി ടയറൊന്ന് കറങ്ങി കിട്ടണം കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ഗെയിമാട്ടോ. കളിച്ച് നോക്കണം, ഞാൻ നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. അതാ ഞാനൊക്കെ പറയുന്ന പോലെ കേൾക്കണമെന്നില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും പറയും, നിങ്ങളത് കേട്ട് ചെയ്യണ്ട കേട്ടോ. ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നുമല്ല, ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഈ വീഡിയോ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര് ഞാൻ പറയാം, അറിയാവുന്നവർക്കൊക്കെ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ മലി. അവനെ നിങ്ങൾക്ക് അറിയാവുന്ന അറിയാൻ പാടില്ല, അറിയാവുന്നവരൊക്കെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം ഈ മലി എന്നും പറഞ്ഞ്. അതിലാർക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവർക്ക് ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ എൻ്റെ നമ്പർ തരുന്നതായിരിക്കും, വിളിച്ച് അറിയിക്കുക. നമുക്കപ്പോൾ അത്രയും ഒരു സെറ്റ് ഗെയിമാണിത്. ഗെയിം അത്രയ്ക്കും സീനാണ്. ഗെയിമിൽ ഒരു സീൻ. ഗൈസ് പ്രശ്നമില്ല, നിങ്ങൾ തുടങ്ങിക്കോ. നിങ്ങളെ ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് വാക്ക് പാലിക്കാറുണ്ട്, പക്ഷേ നിങ്ങൾ എനിക്കത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നില്ല. നിങ്ങൾ ഇന്നലെ ആരും കമൻറ്റ് ചെയ്യണേ. ഇന്ന് കമൻറ്റ് ചെയ്യണവർക്ക് ഞാൻ എന്നാ പറയുക, കമൻറ്റ് ചെയ്യണ ആൾക്ക് എന്നാ പറയുക, ഞാൻ ഒരു കാർ ലവറാണ്. സത്യമായിട്ട് ഞാനൊരു കാർ ലവറാണ്. എനിക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥ, ഞാൻ നല്ലൊരു സുഖമൊക്കെയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എൻ്റെ വേറെ സ്കൂൾ ഫ്രണ്ടിൻ്റെ പേരും കൂടെ ഞാൻ പറഞ്ഞേക്കാം, അൽ അമീൻ അജാസ്. അവരെ അറിയാവുന്നവരെ ലൈക്ക് ചെയ്തോളൂ, അറിയാവുന്നവരെ ലൈക്ക് ചെയ്തോളൂ. എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്, പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഉണ്ട്, സ്കൂളിൽ തന്നെ ഉള്ളതാണ്, ധ്യാൻ വിഷ്ണു. ലൈക്ക് ചെയ്തോളൂ, അറിയാവുന്നവരെല്ലാം ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബും ചെയ്തോളൂ. മാത്യു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും കൂടി ഉണ്ട് എനിക്ക് സ്കൂളിൽ. നല്ല ഒരു പാവപ്പെട്ട ചെക്കനാണ്, നമ്മളെ പോലൊന്നുമല്ല. നമുക്ക് ഒരു വണ്ടിയുണ്ട്, പക്ഷെ അവർക്കൊരു ആൾട്ടോ വണ്ടിയില്ല. അവർക്ക് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അവർ കടയിൽ തന്നെയാണ് താമസിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ, നമുക്കെല്ലാം ചെയ്യണം. അപ്പം നിങ്ങളെ ഞാൻ ഒരു ദിവസം പേര് വിളിക്കുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരുടെ പേര് കമൻറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു കാര്യം മാത്രം പറയാം, നിങ്ങൾ അടുത്ത ഏത് ഗെയിമില്ല, ഈ ഗെയിം തന്നെയാണ് കളിക്കുന്നതെങ്കിലും അടുത്തത് ഏത് പരിപാടി വേണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഫ്രീ ഫയർ ഒന്നും കളിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഫ്രീ ഫയർ അതെനിക്ക് ഇഷ്ടമല്ലാത്ത ഗെയിമാണ് ഫ്രീ ഫയർ. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്, ഞാൻ പള്ളിയിൽ പോയേക്കുമായിരുന്നു ഗൈസ്, അതന്നെ പ്രശ്നം പറ്റിയത്. ഞാൻ പറഞ്ഞായിരുന്നു 11:30 ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമെന്ന്. പക്ഷെ 11:30 ആവണേന് മുന്നേ ഞങ്ങൾ വിളിച്ചു. ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ വീഡിയോ ഇടാൻ പറ്റില്ല, നമുക്ക് കളിയൊക്കെ തുടങ്ങാം. നല്ല പവർ ആവണം ഗൈസ്, പവർ ബൂസ്റ്റ് ചെയ്ത സീക്രട്ട് 6 എനർജി. അപ്പോൾ നമുക്ക് പവർ ആവണം. ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അവർ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. നിങ്ങൾ എൻ്റെ ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് എൻ്റെ ആവാണ്ടിരിക്കുമോ? നമ്മളെല്ലാവരും ഒന്നാവണം, ഒറ്റക്കെട്ടാവണം, ഒരു പിടിയിലിരിക്കണം. അപ്പോൾ നമുക്ക് ഗെയിമിൽ ഇച്ചിരി പാടുണ്ട് കേട്ടോ, ഇച്ചിരി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, വണ്ടി ഇടിച്ചു. പ്രശ്നമില്ല, നമുക്ക് വീണ്ടും പോവാം. വെള്ളത്തിൽ ചാടാണ്ടിരുന്നാൽ നന്നാവും കേട്ടോ. പോയി വെള്ളത്തിൽ ചാടിയതാട്ടാ.
നമ്മളിത് രണ്ടാമത്തെ വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ യൂട്യൂബിൽ ഇടുന്നത്. എനിക്ക് സബ്സ്ക്രൈബ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സബ്സ്ക്രൈബർ ആരൊക്കെയാണോ അവർക്കൊക്കെ ഞാൻ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അഡ്രസ്സ് തന്നെ എന്തെങ്കിലും തരാൻ വേണ്ടി അഡ്രസ്സിലാണ് എനിക്ക് അയച്ചു തരാൻ പറ്റില്ല. നിങ്ങളുടെ അഡ്രസ്സൊക്കെ തന്നാലേ എനിക്ക് ലെറ്ററിലാക്കി അയച്ചു തരാൻ പറ്റുള്ളൂ. ഫോൺ വിളിക്കണ്ട, ലെറ്ററിലാക്കി അയച്ചു തരുവാണെങ്കിൽ എന്ത് സംഭവം അവിടെ എത്തിക്കാമല്ലോ. നമ്പർ കേട്ടോ, നമ്മൾ ഒരു വയലറ്റ് സംഭവം എടുക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കൊന്ന് പവറാവണം. ഇതെന്നടെ ആനയാടിക്കുത്തോ? ആനയാടിക്കുത്തിന് പോലും ഇത്രയും വലിയ മലയല്ല കേട്ടോ. മണിയായി ചടിക്കോ ദാബിടി ദീബിടി ദാബിടി ദീബിടി. നിങ്ങൾക്ക് എനിക്ക് അയ്യോടാ പോയടാ എന്ന് കളിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എന്നെ ഇടണ്ടേ? എങ്ങനെ പറയണം? പവറാവണോ അതോ കിണ്ണങ്കാച്ചി വേണോ? വേണോ? എന്നതാ വേണ്ടെന്ന് പറയാം, ഞാൻ പറയാം. ലൈക്ക് ചെയ്യണം, ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ചെയ്തോ ഇഷ്ടം പോലെ ചെയ്തോ, എല്ലാവർക്കും ചെയ്തോ. നമുക്ക് ഒരു കമൻറ്റ് മതി.